നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേതുവുമായിട്ട് ബന്ധപ്പെട്ട ഫലമാണ്. സൺ കേതു കോമ്പിനേഷനാണ്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കാഞ്ചീപുരത്തെ കച്ചപേശ്വര ക്ഷേത്രത്തിലാണ്. കച്ചപേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് കൂർമാവതാരമായിരുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണു പൂജിച്ചിരുന്ന മഹാദേവനാണ്. കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. കാഞ്ചീപുരം എന്ന് പറയുന്നത് പഞ്ചഭൂത തത്വങ്ങളിൽ ഭൂതത്വമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശിവലിംഗമാണ്. അതോടൊപ്പം തന്നെ അഭിഷേകമില്ലാത്ത ഒരു സ്ഥലവും കൂടിയാണ്. മോക്ഷദായകനായിട്ടുള്ള ഭഗവാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോക്ഷദായകനായിരിക്കുന്ന കേതുവിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ കർമ്മദോഷത്തിന് പരിഹാരമായിട്ട് കേതുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കേതുവിനെ പറ്റി ഈ സ്ഥലത്ത് നിന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പം സൺ എന്ന് പറയുന്ന അർക്കൻ എന്ന് പറഞ്ഞ ശംഭുവാണ്, മഹാദേവനാണ്. കേതു മോക്ഷത്തിൻ്റെ കാരകമാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ഫിക്സഡ് കർമ്മമാണെന്ന് അറിയാലോ. അപ്പോൾ ആ ഫിക്സഡ് കർമ്മം ഉള്ളൊരു ഭാഗത്ത് രവി യോഗം ചെയ്യുമ്പം രവിയും ചന്ദ്രനും രാഹുകേതുകളുമായിട്ട് യോഗം ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അതായത് പാസ്റ്റ് ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അച്ഛൻ്റെ കുടുംബം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഈഗോയിസ്റ്റിക് നേച്ചർ, പിന്നെ കേതു ഹെഡ്ലെസ് ആയതുകൊണ്ട് തന്നെ തലയില്ലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും വരാം. മാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, കാരണമറിയാതെ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ വീഴ്ച വന്നത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥകൾ. അതുപോലെ തന്നെ ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കേതു രവിയോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വൻ വീഴ്ചകൾക്കുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ എല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർജറികളൊക്കെ വരാനുള്ള സാധ്യത, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കേതു രവിയോഗമുള്ളവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പം സൂക്ഷിക്കണം. ഡോക്യുമെൻറ്റ്സ് നിമിത്തമൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും ഒന്ന് ശ്രദ്ധിക്കണം. രവി എന്ന് പറയുന്നത് ഫെയിമാണ്, തലയാണ്, അതേപോലെ ഹൃദയമാണ്, ഹേർട്ടാണ്, അതുപോലെ തന്നെ സോളാണ്. ഇതില്ലാത്തൊരവസ്ഥ വരും. അതായത് ഫെയിം നശിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഹൃദയത്തിന് വേദന ഉണ്ടാകും, മാനസികമായിട്ട് മുറിവുകൾ ഉണ്ടാവുന്ന അവസ്ഥകളുണ്ടാവും. അതുപോലെ തന്നെ തല ഉയർത്തിപ്പിടിച്ചല്ലേ നമ്മളെപ്പോഴും നിൽക്കുന്നത്. അപ്പം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുമുള്ള പരാജയങ്ങൾ, മാനഹാനികളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഫിക്സഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേതു നിൽക്കുന്ന ഭാവവും കേതു എന്ത് ഫലമാണ് തരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും ജീവിതത്തിൽ. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേതുവും രവിയും കൂടെ യോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിസ്ഡത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. ഈ വ്യാഴത്തിൻ്റെ കൂട്ടല്ല, ഈ കേതു മോക്ഷകാരകനല്ലേ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ വിസ്ഡത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. രവിയും കേതുവും കൂടെ ഒക്കെ 7ാം ഭാവത്തിൽ യോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ അല്ല ഭർത്താവ് നിമിത്തമൊക്കെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ 5ൽ രവി കേതു യോഗം വന്നിട്ട് ഡിവോഴ്സ് കേസായിട്ട് കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വീണ്ടും കേസും വഴക്കുകളുമായിട്ട് കോടതി വെച്ചൊക്കെ മക്കളെ കാണുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്ന ജാതകങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിരീക്ഷണത്തിനായിട്ട് വിട്ടുതരുന്നു. അതുപോലെ തന്നെ കരിയറിലൊക്കെ ആണെങ്കിൽ കേതു രവിയോഗം കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇവർ എൻജോയ് ചെയ്യും, ഇവർ വർക്ക് ചെയ്യും, ഇവർക്ക് നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അവിടെ നിന്നൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഒക്കെ വരും ഇവർക്ക്. പക്ഷേ അച്ചീവ്മെൻറ്റ്സ് കുറേ, ലാക്ക് ഓഫ് അച്ചീവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ കുറേ കാലം 10, 16, 20 വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഒരേ പൊസിഷനിൽ അല്ല ഒരു സ്ഥലത്ത് തന്നെ ഒട്ടും മാറ്റം വരാതെ അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചില സമയത്ത് ഈ കേതു രവിയോഗം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടും പെരുമാറും. അതുപോലെ തന്നെ തലയില്ലാത്ത പോലെയൊക്കെ പെരുമാറും. അതായത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആ പേഴ്സണാലിറ്റിയിലുള്ള ഡിഫറെൻറ്റ്
മറ്റ് രീതിയിലുള്ള സ്വഭാവം, നമ്മളെ വളരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള സ്വഭാവം, ചിലപ്പം വല്ലാണ്ട് എക്സ്ട്രോവേർട്ടായിട്ട് പെരുമാറുന്ന കാണാം, ഭയങ്കര തീരുമാനമെടുക്കുന്നത് കാണാം, മുന്നിട്ടിറങ്ങുന്നത് കാണാം, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നത് കാണാം. പക്ഷെ ചില സമയത്ത് വല്ലാതെ പക്ക ഇൻട്രോവേർട്ടായിട്ട് ഒന്നിലും ഇടപെടാതെ ഉൾവലിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും സൈക്കിക് ഡിസോർഡർ പോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ. ഇവരെന്താ ഇങ്ങനെ, ഇവർക്കൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്, അന്ന് കണ്ട ആളല്ലല്ലോ ഇപ്പോൾ കാണുന്നതെന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതുപോലെ തന്നെ കാഴ്ചക്കുറവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇലക്ട്രിസിറ്റി, കറണ്ട് സപ്ലൈ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ്, പുരയിടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പൂർവ്വ സ്വത്തുമായിട്ടൊക്കെ അച്ഛൻ വഴിയുള്ള സ്വത്തുക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് തന്നെ ലീഗൽ ഇഷ്യൂസൊക്കെ, പൂർവ്വജന്മത്തിൻ്റെ ഡെപ്റ്റിൻ്റെ ഭാഗം, ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തും ഇങ്ങനെ ആ രവിയുടെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റ്, രവി നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ്, രവി ഏത് ഭാവാധിപനാണെന്ന് വെച്ചാൽ ആ ഭാവാധിപനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ ലീഗൽ, അച്ഛൻ, രവിയുടെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർവ്വജന്മമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ഡെപ്റ്റ്, വേദന അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടേക്ക് അധികം ഫോക്കസ് ചെയ്യാതെ അതവിടെ കിടക്കട്ടെ. രാഹു നിൽക്കുന്ന ഭാഗത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ കൂടുതലായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രവി കേതുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ അടിമ രാഷ്ട്രീയം, ഹെഡ്ലെസ് അല്ലേ കേതു, ഹെഡിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് രവി, അപ്പം തല ഉയർത്തിപ്പിടിക്കുന്നതാണ് രവി, അപ്പം ഹെഡ്ലെസ് ആണ് കേതു. അപ്പം കേതു പ്ലസ് രവിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹെഡ്ലെസ് നേച്ചർ. അതായത് രാഷ്ട്രീയത്തിലേക്കൊക്കെ ആണെങ്കിൽ ഇടപെടാം, പക്ഷെ വളർച്ച കുറവായിരിക്കും, വളരാൻ സമ്മതിക്കില്ല. ഇങ്ങനെ അടിമ രാഷ്ട്രീയം പോലെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, അണികളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. നേതാവായിട്ട് വളരാൻ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും, അതിൻ്റെ ഒരു ദുഃഖം എപ്പോഴും ഉള്ളിൽ ഉണ്ടാവും. അപ്പം കേതു നിൽക്കുന്ന ഭാവത്തെ കൂടുതലായിട്ട് നമ്മൾ അവിടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാതെ, രാഹു നിൽക്കുന്ന ഏത് ഭാവത്തിലാണോ, ഏത് ഭാവാധിപനുമായിട്ടാണോ യോഗം ചെയ്തിരിക്കുന്നത്, ഏത് ഭാവാധിപൻ്റെ നക്ഷത്രത്തിലാണോ യോഗം ചെയ്തിരിക്കുന്നത്, അത് തരുന്ന സൂചനകൾ വെച്ചിട്ട് ലൈഫ് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക, സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ കാഞ്ചീപുരത്തെ കച്ചപേശ്വര സ്വാമി അർക്കനും കേതുവും കൂടെ യോഗം ചെയ്തത്, അർക്കൻ്റെ അതിദേവത മഹാദേവനാണ്. അപ്പം കച്ചപേശ്വര സ്വാമി വിഷ്ണു ഭഗവാൻ കൂർമ്മരൂപത്തിൽ പൂജിച്ചിരുന്ന ഭഗവാനാണ്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ചന്ദ്രകേതു യോഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.